മലപ്പുറത്ത് പലയിടത്തും ലീഗിന് സ്ഥാനാർത്ഥി നിർണയം കീറാമുട്ടിയാകുന്നു. തിരൂരങ്ങാടി നഗരസഭയിൽ ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ ഡിവിഷനിൽ നിലവിലെ നഗരസഭാ ചെയർപേഴ്സൺ തന്നെ വിമത സ്ഥാനാർത്ഥിയായി പ്രചാരണം തുടങ്ങി. അതിനിടെ എടയൂർ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടിച്ചു പിരിഞ്ഞു. മുസ്ലിം ലീഗിന്റെ ഉരുക്കുകോട്ടയായ മലപ്പുറത്ത് പാർട്ടിയിൽ പലയിടത്തും തർക്കവും ഭിന്നതയും പുകയുകയാണ്. ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ ഡിവിഷൻ തിരൂരങ്ങാടി നഗരസഭ 25-ാം വാർഡ് KC റോഡിലാണ് വിമത ഭീഷണി. വനിതാ ലീഗ് നേതാവും നഗരസഭാ വൈസ് ചെയർപേഴ്സണുമായ സുലൈഖ കാലൊടിയാണ് വിമത സ്ഥാനാർത്ഥി. CP ഹബീബയാണ് ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി. സ്വതന്ത്രമായിട്ട് ഒറ്റക്ക് നടക്കുക, നിങ്ങൾക്ക് ഒരാൾ കൂട്ടിന് വേണ്ട. ചിലവർ വിളിച്ചിങ്ങാണ്ട് നിങ്ങൾ ഒറ്റക്കാ പോകണേ, നിങ്ങൾക്ക് പാർട്ടിക്കാരില്ലേ? ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് പാർട്ടിയാണ്, ഞാൻ ലീഗ് ആളല്ലേ, ലീഗ് നിർത്തണില്ല, അപ്പം അതിൻ്റെ പേരിൽ സ്വതന്ത്രമായിട്ട് മത്സരിക്കും. അതിനിടെ മലപ്പുറം എടയൂർ പഞ്ചായത്തിൽ മുസ്ലിം ലീഗിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനിടെ കൂട്ടയടിയുണ്ടായി. 4-ാം വാർഡ് മണ്ണത്തുപറമ്പ് ഇന്നലെ നടന്ന UDF സ്ഥാനാർത്ഥി പ്രഖ്യാപന പരിപാടിയിലാണ് സംഘർഷമുണ്ടായത്. വാർഡിൽ ഹസനാണ് UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. എന്നാൽ കാലുമാറ്റക്കാരനെ അംഗീകരിക്കില്ലെന്നും സജീവ ലീഗ് പ്രവർത്തകൻ ഗഫൂറിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെട്ടതാണ് കയ്യാങ്കളിയിലെത്തിയത്. കോട്ടയ്ക്കൽ നഗരസഭയിൽ വിമത സ്ഥാനാർത്ഥിയായി ലീഗ് മുൻ നഗരസഭാംഗം പ്രചാരണവുമായി സജീവമാണ്. ലീഗിനെ വിശ്വസിക്കാൻ കഴിയില്ല എന്നാരോപിച്ച് കോൺഗ്രസും കോട്ടയ്ക്കൽ നഗരസഭയിൽ ഒറ്റയ്ക്ക് മത്സരരംഗത്തുണ്ട്. പൊന്മുണ്ടം പഞ്ചായത്തിൽ ഇപ്രാവശ്യവും ലീഗും കോൺഗ്രസും പതിവ് പോലെ പരസ്പരം ഏറ്റുമുട്ടാൻ തന്നെയാണ് തീരുമാനം. ന്യൂസ് മലയാളം, മലപ്പുറം.